ഇന്ന് നമുക്ക് ഒരു അടിപൊളി ലഞ്ചായാലോ? ഇതെന്നെ സൺഡേ ലഞ്ചാണ് കേട്ടോ. ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ നല്ല കുത്തിരി ചോറും മീൻ വറുത്തതും ഒക്കെ കഴിക്കാൻ ഒരാഗ്രഹം. എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അരിയൊക്കെ കഴുകി കുക്കറിലിട്ടു. ഇനി അത് ഇവിടെ നിന്ന് വിസിലടിക്കട്ടെ. ചോറ് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാനുള്ള പരിപാടി നോക്കാം. ഞാനൊരു 2 പീസ് മാത്രമേ എടുത്തുള്ളൂ. അതിൽ ഓരോ പീസിനെയും ഞാനൊരു 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ ഉപ്പ് എരിവൊക്കെ വേഗം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത മീനെ ഞാൻ ആദ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും. നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കും. ഉപ്പ് ചേർത്ത് കഴുകണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത മീനിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാ. അങ്ങനെ ചേർക്കുമ്പം ടേസ്റ്റും അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അവിടെ ഇരുന്ന് ഉപ്പ് എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടേ. അതിൽ വെള്ളമൊന്നുമില്ല, എന്നാലും ഞാനൊരു സ്ട്രെയിനറിനകത്തോട്ടിട്ട് വെച്ചിട്ടുണ്ടേ. ചോറും മീൻ വറുത്തതായപ്പോൾ ഒരു സാമ്പാറും കൂടെ ആക്കിയാലോ എന്ന് വിചാരിച്ചു. സാമ്പാർ വയ്ക്കാൻ വെജിറ്റബിൾസൊക്കെ വാങ്ങിയാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് എന്തായാലും തീരത്തില്ല. അതുകൊണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ അതിനകത്തുണ്ടായിരുന്ന വെജിറ്റബിൾസിനൊക്കെ ഞാനൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ടേ. അതിൻ്റെ കൂടെ ഞാൻ പിന്നെയും കുറച്ച് ബീൻസും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിനൊരു കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിക്കാം. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷെ ഞാനൊരു 3 വിസിലടുപ്പിക്കും. എനിക്ക് വെജിറ്റബിൾസൊക്കെ നല്ലോണം വെന്തുടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതൊന്ന് വെൽറ്റായി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാമേ. കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പം അതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചതിനകത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ഇവിടെ ചേർക്കുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കറിലിരുന്ന് വേവാത്തതിനെ ഞാൻ സ്പൂണ് വെച്ച് നന്നായിട്ട് നുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെടുത്ത് നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി സാമ്പാർ റെഡി. ഇപ്പം നമ്മുടെ മീൻ ഫ്രിഡ്ജിലിരുന്ന് നല്ലോണം എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടേ. ഇനിയൊരു പാൻ എടുത്ത് അതിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനകത്തോട്ട് ഈ മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മീൻ ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും ഞാനൊരു മോരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തൈരും ചുവന്നുള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല അടിപൊളി ഒരു മോര് റെഡിയായി. ഈ പച്ചമോരും സാമ്പാറും കൂടെയുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടെ ആയാൽ അടിപൊളി. മോരൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ മുരിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ചൂടുള്ള കുത്തിരി ചോറും നല്ല മീൻ വറുത്തതും മോരും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.